വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ കൂടുതൽ അഭിഷേകത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചും ഉപവാസമെടുത്തും അതുപോലെ പറ്റുന്നത്രയും നോമ്പെടുത്തും പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്ത് വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും പങ്കെടുത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ നന്നായിട്ട് കൊണ്ടാടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ഒരുക്കത്തോടെ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവും കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ആ യേശുക്രിസ്തുവിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറയാം. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ രക്ഷയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇന്ന് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധാത്മാവിന് അടിയറ വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സ് കുറേ കലുഷിതമാണ്, ആത്മാവ് കുറേ പങ്കിലമാണ്, അതുപോലെ ശരീരം കുറേ ബലഹീനമാണ്. അവിടേക്ക് ആത്മാവിൻ്റെ ഒരു ഉണർവ് വരണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എസെക്കിയേൽ പ്രവചനത്തിൽ, വരണ്ട അസ്ഥികൾ കർത്താവിൻ്റെ വചനം അങ്ങോട്ട് കേൾക്കുകയാണ്. ആ സമയത്ത് ഒരു മഹാസൈന്യം പോലെ അവ എഴുന്നേറ്റ് നിന്നും. അതുപോലെ ദൈവത്തിൻ്റെ വചനം ഗാനരൂപത്തിൽ നമ്മൾ ആലപിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആത്മാവിൻ്റെ ജീവൻ ഇരട്ടിയാവുകയാണ്. അതുകൊണ്ടാണ് ആറിപ്പോയതിനെ ചൂട് പിടിപ്പിക്കുക, വഴിതെറ്റിപ്പോയതിനെ നേർവഴിക്ക് തിരിക്കുക, കെട്ടുപോയതിനെ കത്തിക്കുക, വാടിപ്പോയതിനെ നനയ്ക്കുക. അതൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം നമുക്ക് ഇരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കാരണം ഈശോ പറഞ്ഞില്ലേ, സഹായകനാണ് പരിശുദ്ധാത്മാവ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എല്ലാ മേഖലയിലുമുള്ള ഒരു ശാക്തീകരണമാണത്. സമസ്ത മേഖലകളിലുള്ള ഒരു ബലപ്പെടുത്തലാണത്. അത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അതിനാണ് നമ്മൾ ഏത് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുക, പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവ് നയിക്കും. മനോഹരമായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം. നമുക്ക് വലിയ ടെൻഷനില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ നല്ല കൃപയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഈ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം നമ്മളിൽ സജീവമാകുമ്പോഴാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ പൂർവികർ നമ്മളെ പാടി പഠിപ്പിച്ച ഒളിമങ്ങാതെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും വേരുവാകി കിടക്കുന്ന ഒരു മനോഹര ഗാനമുണ്ട്. കണ്ണുകളടയ്ക്കാം, ലോകത്തിൻ്റെതായ എല്ലാം കാഴ്ചകളും മാറ്റി ഹൃദയത്തിൻ്റെ ആ ഉൾക്കണ്ണുകളെ തുറന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ചേർന്ന് പാടാം എല്ലാവരും. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയാണ് ദൈവം ഈ നിമിഷം. നമ്മുടെ കുടുംബങ്ങൾ ജീവിതങ്ങളിലേക്കെല്ലാം ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങിയാണ്. ഒരുമിച്ച് ഉറക്കെ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. പാടിക്കെല്ലാവരും ചേർന്ന് സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ
പാടിക്ക്, എല്ലാവരും ഒന്ന് പാടിക്ക് ചേർന്ന്. വരണമേ എൻ്റെ ഹൃദയത്തിൽ, എല്ലാവരും ഹൃദയത്തിൽ നിറയട്ടെ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വരണ്ടുണങ്ങി വിണ്ടുകീറി പല വേദനകളാലും ദുഃഖങ്ങളാലും തകർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഇതാ സ്നേഹത്തിൻ്റെ തൈലവുമായി പരിശുദ്ധ അമ്മ വരികയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രശ്നങ്ങൾ, ജീവിതഭാരങ്ങൾ, നിരാശ, ഉത്കണ്ഠകൾ എല്ലാം അകറ്റി പ്രത്യാശയുടെ കിരണങ്ങൾ മനസ്സിലേക്ക് വിതയ്ക്കാൻ പരിശുദ്ധ അമ്മ വരികയാണ്. കരങ്ങൾ രണ്ടും തുറന്നു പിടിച്ച് ഉച്ചത്തിൽ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, വരണ്ട ഭൂമിയിലേക്ക് ജലാശയമായി വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത കരങ്ങൾ യാചനാരവും തുറന്നു പിടിച്ചു ചേർന്ന് പാടുന്നു. അതരം തുറന്നു പാടിക്കേ പ്രിയപ്പെട്ടവരെ. ഓ സകലരുടെ മേലും ആത്മാവ് ഈ നോമ്പുകാലം ഒരുക്കക്കാലം അനുഗ്രഹമാക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ വരണമേ പരിശുദ്ധാത്മാവേ, വരണമേ പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയും. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിലേക്ക്, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിലേക്ക്, ജീവിതത്തിലെ സന്തോഷങ്ങൾ കെട്ടുപോയ സാഹചര്യങ്ങളിലേക്ക്, നിരാശ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും മൂടിക്കിടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇവിടെ കർത്താവിൻ്റെ ആത്മാവിനെ വിളിക്കുകയാണ്. അത് പ്രകാശമാണ്, ദൈവാത്മാവ് പ്രകാശമാണ്, അത് ജലമാണ്. കഴുകി വിശുദ്ധീകരിച്ച് വെണ്മയുള്ളതാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. രണ്ട് കരങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കുക. സാധിക്കുന്നവർ രണ്ട് കരങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എന്നിലുള്ള മുള്ളുകളും മുൾച്ചിരികളും ദഹിപ്പിച്ച് പ്രസാദവരം കൊണ്ട് നിറയ്ക്കണമേ, പ്രസാദവരം കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ പറയുമ്പോൾ ദൈവം അത് ചെയ്യും. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത്ര ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനങ്ങളിലായിരിക്കുന്നവര്, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്തുതിക്കട്ടെ. വായ അടച്ചു പിടിക്കരുത് പ്രിയപ്പെട്ടവരെ, വാ തുറന്ന് പ്രാർത്ഥിക്കുക. നാവ് ചലിക്കട്ടെ, അതരം ചലിക്കട്ടെ, ശബ്ദം വെളിയിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണീരും ദുഃഖവും നിരാശയും മാറ്റി ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങൾ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളിൽ കൂടുതൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷത്തിന്റെ സദ്വാർത്തയാണല്ലോ ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ വരണമേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ദുഃഖങ്ങൾ അകറ്റണമേ, വേദനകൾ അകറ്റണമേ, സങ്കടങ്ങൾ അകറ്റണമേ, നിരാശ മാറ്റണമേ, കുറ്റബോധം മാറ്റണമേ, ഉത്കണ്ഠകൾ മാറ്റണമേ. പരിശുദ്ധാത്മാവേ ഓരോരുത്തരുടെ മേലും വീശണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. വലിയ അഭിഷേകം വ്യാപരിക്കുന്നു, വലിയ അഭിഷേകം വ്യാപരിക്കുന്നു. ഓരോ ജീവിതങ്ങളിലും ദൈവം ഇടപെടുകയാണ്, ഓരോ കുടുംബങ്ങളിലും ദൈവം ഇടപെടുകയാണ്. അടഞ്ഞ ഹൃദയങ്ങളെ കർത്താവിന്റെ ആത്മാവ് തുറക്കുകയാണ്. കെട്ടുപോയതിനെ ഇതാ ദൈവത്തിന്റെ ആത്മാവ് കത്തിക്കുന്നു, വാടിപ്പോയതിനെ പരിശുദ്ധാത്മാവ് നനയ്ക്കുന്നു, വഴിതെറ്റിപ്പോയതിനെ നേർവഴി തിരിക്കുന്നു, കഠിനമായതിനെ മയപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഈ നിർജീവമായ അവസ്ഥയിലേക്ക്. പാടി പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. പാടിക്കുകയും ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് ദൂതനിൽ നിന്ന് കൽപ്പന ലഭിച്ച, നിർദ്ദേശം ലഭിച്ച മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളിൽ നിന്നും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൈവം നമ്മളെ അറിയിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം വീശാൻ മാതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് വലിയൊരു സംരക്ഷണവും കോട്ടയും സഹായവുമാണ്. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോയ നീതി സൂര്യൻ ക്രിസ്തു, അവൻ്റെ ചൈതന്യം വീണ്ടും ഉജ്ജ്വലിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. ഞങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ കുറഞ്ഞുപോയ, മങ്ങിപ്പോയ ആത്മാവിൻ്റെ ചൈതന്യം വീണ്ടും ഉജ്ജ്വലിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ്റെ, അങ്ങയുടെ പ്രിയപുത്രൻ്റെ ജന്മദിന തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഈ സുദിനത്തിൽ കൂടുതൽ കൃപയിൽ യേശു ക്രിസ്തുവിൻ്റെ ജന്മ തിരുനാളിന് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടതും വലതുമുള്ളവർക്ക് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ അല്പസമയം ദൈവവചനം കേട്ടതിന് ശേഷം നമ്മൾ ഒരു വിടുതൽ ശുശ്രൂഷ പ്രാർത്ഥനയിലേക്ക്, സൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. അത് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ടുള്ള ഈ ഒരു ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ക്രിസ്മസിനെ ഒരുങ്ങുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലും ശരീരത്തിലും യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഒരു രക്ഷയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലം നമുക്കറിയാം 2 വർഷത്തോളം അടുക്കാൻ പോവുകയാണ്. ആ കാലയളവ് നമ്മുടെ ലോകം മുഴുവനുമുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ വിതച്ച കാലഘട്ടമാണ്. എന്നാൽ അവിടെയും നമ്മളെ വഴി നടത്തി ദൈവം എന്നുള്ളത് മറ്റൊരു പരമ യാഥാർത്ഥ്യമാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. കണ്ടോ, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. യേശയ്യ 53:4 അതെടുത്ത് വെച്ച് നന്നായിട്ട് വായിച്ച് ധ്യാനിക്കണം. നാം അവനെ ബഹുമാനിച്ചതുമില്ല, നമ്മൾ അവനെ നിന്ദിക്കുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ തുടർന്ന് പറയുകയാണ്, അതായത് യേശുക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ ജനം ബഹുമാനം, ആദരവ് കൊടുത്തില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. യേശു നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. ഇതിൻ്റെ പൂർത്തീകരണം ഞാൻ നിങ്ങൾക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പറയാണ്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. അപ്പോൾ ആ 2 വചനം ഒന്ന് എടുത്തേ. നിന്ദിക്കപ്പെടുക, ഒരാളെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്കുന്ന ഒരു കാര്യമാണോ അത്? ഒരാൾ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ല അതിൻ്റെ വേദന വരുന്നത്, പിന്നെ എവിടെയാണ്? മനസ്സിലാണ്. നിന്നെ കൊള്ളില്ല, നീ നന്നാവില്ല, ഗതി പിടിക്കില്ല, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം അങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്ത വ്യക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു ഡിഫക്റ്റ് പറഞ്ഞ് അദ്ദേഹത്തെ നിന്ദിക്കുമ്പോൾ ആ മനസ്സ് എന്തുമാത്രം വേദനിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഈ കരിസ്മാറ്റിക്കാർ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരു വേദനയാണ്. പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ടായിട്ട് എന്താ കൊറോണ മാറാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ച് എന്തോരം അത്ഭുതങ്ങൾ ഈ ലോകത്ത് കർത്താവ് ചെയ്തു. മെഡിക്കൽ സയൻസിന് നിഷേധിക്കാൻ പറ്റാത്ത ഫിസിക്കൽ ഹീലിംഗ് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അല്ലേ സഹോദരങ്ങളെ? എന്നിട്ടും പുറമേ ഉള്ളവർ പറഞ്ഞു എന്തുകൊണ്ട്? അപ്പം നമ്മുടെ മനസ്സ് ഭാരപ്പെടുകയാണ്, വേദനിക്കുകയാണ്. ആ നിന്ദാവചനം, ആ അപകീർത്തി നമ്മുടെ കർത്താവിനാണ് ഈ ചോദ്യം ചെയ്യുന്നത്.
ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതിനൊക്കെ ദൈവിക പദ്ധതികൾ വേറെയുണ്ട്. അത് ഈ ലോകത്തിലെ ജനതയ്ക്ക് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, യാതൊരു നിർബന്ധവും ഇല്ല. ഹല്ലേലൂയ, അവർ പറയട്ടെ. പക്ഷെ ഇതിനു മുൻപ് ഈ കാര്യങ്ങളിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാം അവനെ നിന്ദിച്ചു, അവനെ ബഹുമാനിച്ചുമില്ല. കണ്ടോ, ദൈവമായിരുന്നിട്ട് പോലും അവന് കൊടുക്കേണ്ട യഥാർത്ഥ ബഹുമാനം അന്നത്തെ തലമുറയിൽപ്പെട്ട പലരും നൽകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു വചനം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48-50. ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇപ്പം ഇതൊന്ന് വായിക്കാം. അപ്പം നിങ്ങൾക്ക് ആ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് അതിൻ്റെ പൂർത്തീകരണം നടന്നത്, അതായത് അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല എന്ന് പറയുന്നില്ലേ, ആ വചനം കേട്ടോ. ഈശോയുമായിട്ട് യഹൂദർ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് യഹൂദർ പറയാണ്, നിനക്ക് പിശാചുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. യഹൂദർ പറയാണ്, നീ ഒരു സമരിയാക്കാരനല്ലേ, നിനക്ക് പിശാചുണ്ട് എന്ന് പറയുന്നത് സത്യമല്ലേ? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ചോദിക്കുന്നത്. നമ്മുടെ ഒരു കുറ്റം ഒരാളോട് പറഞ്ഞിട്ട് ആ വ്യക്തി നമ്മളോട് വന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ വിഷമം എന്താ, നമ്മുടെ പ്രയാസം എന്താ? എന്നിട്ട് ഇത് ഡയറക്റ്റ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാലോ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ വാക്കങ്ങ് പറഞ്ഞാലോ, നീ ഒരു സമരിയാക്കാരനല്ലേ എന്ന് വെച്ചാൽ യഹൂദരെ സമരിയാക്കാരെ തരം താഴ്ന്നവരായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു ഉച്ചനീചത്വം നിലനിൽക്കുന്ന ഒരു സംസ്കാരമുള്ള സമയത്താണ് ഈ വാക്ക് പറയുന്നത്. നീ ഒരു സമരിയാക്കാരനല്ലേ, നിനക്ക് പിശാചില്ലേ? എന്തു വേദന നമ്മുടെ കർത്താവ് ആ സമയത്ത്. മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കണം, യേശുക്രിസ്തു ഒരേ സമയം മനുഷ്യനാണ്, ഒരേ സമയം ദൈവമാണ്. അത് നിങ്ങൾ മറക്കരുത്. വെറും ദൈവമാണെന്ന് മാത്രം ചിന്തിക്കരുത്. മനുഷ്യ പ്രകൃതിയും ദൈവപ്രകൃതിയും ഒരുപോലെ യേശുക്രിസ്തുവിലുണ്ട്. ആ സമയത്താണ് ഈ ചോദ്യം ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഇത് അനുഭവിച്ച ഒരുപാട് പേർക്ക് ഇതിൻ്റെ വേദന മനസ്സിലാവും, സങ്കടം മനസ്സിലാവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു മനുഷ്യനോട് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ചങ്കുപൊട്ടുന്ന വേദനയാണ്. അതായത് മക്കള് അപ്പനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ വേണ്ട വിധത്തിൽ നോക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ജനിപ്പിച്ചത്? ഇത് സ്റ്റാൻഡേർഡ് വാക്കാണ് കേട്ടോ. നമുക്ക് ഈ മൈക്കിലൂടെ ഒക്കെ പറയാൻ പറ്റുന്ന അങ്ങനെയൊന്നും അല്ല ചോദിച്ചത്. നിങ്ങൾക്കറിയാം, അതിൻ്റെ കൊളോക്കിയൻ ലാംഗ്വേജ് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്കിത് ചെയ്യാം, എന്തിനാണ് ജനിപ്പിച്ചത് എന്ന ചോദ്യം. ആ സമയത്ത് ഇത് ബഹുമാനമാണോ പ്രിയപ്പെട്ടവരെ? ആ പിതൃത്വത്തെ ആ മക്കളങ്ങടെ അപമാനിക്കുകയാണ്. നിങ്ങൾ അതേപോലത്തെ ഒരു വാക്കാണ്, നീ ഒരു സമരിയക്കാരനല്ലേ, നിന്നിൽ പിശാചില്ലേ, ഞാൻ പറയുന്നത് സത്യമല്ലേ? ഉടനെ ഈശോ മറുപടി പറയണമെന്നറിയാമോ? എനിക്ക് പിശാചില്ല, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അപമാനിക്കുന്നു, എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. അങ്ങനെ ഈശോ പറയണത്. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. നോക്കിയ സഹോദരങ്ങളെ, അപമാനിക്കുക, അതാണ് ബൈബിൾ പഠിപ്പിച്ചത്. നമ്മൾ വായിച്ചില്ലേ, ഏശയ്യാ 53:4 വായിച്ചില്ലേ? എന്താ അത്? നാം അവനെ ബഹുമാനിച്ചതില്ല, നാം അവനെ നിന്ദിച്ചു. അപ്പം എന്തിനാണ് യേശുക്രിസ്തു ഈ നിന്ദയിലൂടെ, ഈ അപമാനത്തിലൂടെ കടന്നുപോയത്? ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സൗഖ്യം തരാൻ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കാരണം നമ്മൾ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ചേട്ടനോട് പറയാണ്, നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം പറയാം, ബ്രദറെ, ഞാനെൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചു. ഇന്ന് അദ്ദേഹം വലിയ കോടീശ്വരനാണ്, വലിയ പണക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വലിയ ദാരിദ്ര്യത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, വേദനയിലൂടെ ആ മനുഷ്യൻ നടന്നുപോയി. അപ്പം ഇന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പം അതിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിന് കിട്ടി. എന്താ ജ്ഞാനം കിട്ടിയെന്നറിയാമോ? എന്തിനാണ് എൻ്റെ ചെറുപ്പത്തിൽ ദൈവം എന്നെ ഇങ്ങനെ ഈ കഷ്ടതയിലൂടെ നടത്തിക്കൊണ്ടുപോയത്, അത് അനുവദിച്ചത്, ആ വേദനയിലൂടെ ദൈവം എന്നെ കടത്തിവിട്ട് എന്തിനാണ്? എന്നിട്ട് അദ്ദേഹം തന്നെ ആൻസർ പറയാണ്, ഫ്രാൻസ് ബ്രദറെ, അതെന്തിനാണെന്നറിയാമോ? അത് എനിക്ക് നല്ല കാലം വരുമ്പോൾ, ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ കാലം വരുമ്പോൾ പാവപ്പെട്ടവരെ ഞാൻ മറക്കാതിരിക്കാൻ, അവരുടെ വേദന ഉൾക്കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരെ സഹായിക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി എനിക്കൊരു എക്സ്പീരിയൻസ് തരികയായിരുന്നു. ഒരു അനുഭവ പാഠം, ഇല്ലേ? അനുഭവ പാഠം എന്നാണ് അതിന് പറയുന്നത്. ഒരനുഭവ പാഠം തരികയാണ്. കുറേ പേർക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാകത്തില്ല. അവർ സമൃദ്ധിയിൽ പാവപ്പെട്ടവരെ മറന്ന്, എന്നാൽ നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, തല മറന്ന് എണ്ണ തേച്ച് അങ്ങനെ പോകും. പക്ഷെ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ജീവിതയാത്ര അതിലൂടെ കടന്നുപോയത് ഇത് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അതേ കോണ്ടസ്റ്റിൽ തന്നെ ഇവിടെ കർത്താവ്, ഈ നമ്മുടെ ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിനെ ഇങ്ങനെ ഈ അപമാനത്തിലൂടെ, ഈ വേദനയിലൂടെ, ഈ നിന്ദനത്തിലൂടെ കടത്തി വിട്ടു.
കടത്തിവിട്ടു. അത് നിസാര കാര്യമല്ല. ഞാനും നിങ്ങളും വേദനയോ നിന്ദനോ അനുഭവിക്കുന്ന പോലെയല്ല ദൈവപുത്രൻ. മഹത്വത്തിൽ പിതാവിൻ്റെ കൂടെ ആയിരുന്നവൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് തൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഈ അപമാനം ഏൽക്കുക എന്ന് പറയുന്നത് നമുക്കത് ചിന്തിച്ച് മനസ്സിലാക്കാൻ എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. അതിലൊക്കെ ഒത്തിരി ഉയരെയാണ് നിൽക്കുന്നത്. അത് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര ഇന്ന് മെഡിറ്റേറ്റ് ചെയ്താലും അത് നമുക്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന് അവനെ രക്ഷിക്കാൻ സഹായിക്കാൻ വന്നിട്ട് ആ രക്ഷിക്കാൻ വന്ന ദൈവത്തെ രക്ഷ വേണ്ടവർ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോഴുള്ള കഷ്ടപ്പാട് ഒന്ന് ഓർത്തു നോക്കി. ക്രിസ്മസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മളിപ്പോഴും ഒരുപക്ഷെ ഇപ്പോഴും ഞാനും നിങ്ങളും ഇപ്പോഴും നമ്മുടെ കർത്താവിനെ പലപ്പോഴായിട്ട് ഇതുപോലെ ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും മനസ്സിലെങ്കിലും ചിന്തിക്കുകയും ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ട് ചിന്തിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും ആ ദൈവിക പദ്ധതിയോട് മറുതലിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ചിലപ്പോൾ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കർത്താവ് യേശയ്യാപ്രവചനത്തിൽ അത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 1750 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച കാര്യമാണ്. നാം അവനെ നിന്ദിച്ചു, ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ നിന്ദനവും അപമാനവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ ദൈവം അതിലൂടെ കടത്തിവിട്ടത്. ഹല്ലേലൂയ. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. കണ്ടോ, ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. അതായത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ രോഗം വന്നു എന്ന് വിചാരിക്കുക. ആ രോഗം വരുമ്പോൾ ശരീരത്തിലുള്ള വേദനയേക്കാൾ കൂടുതൽ വേദന എവിടെയാണ്? മനസ്സിലാണ്. കാരണം എന്താ? ഒരു മാരക രോഗം പിടിപെട്ടു, മരണത്തിൻ്റെ വക്രത്തിൽ അകപ്പെട്ടു, മനസ്സ് കലങ്ങും. കാരണം എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, അവരെക്കുറിച്ചുള്ള ചിന്ത അത് നമ്മളെ ഭാരപ്പെടുത്തും. ശരീരത്തിൽ ഈ ക്യാൻസർ രോഗം കൊണ്ട് അനുഭവിക്കുന്ന വേദനകളെക്കാൾ അതിഭയാനകമാണ് ആ രോഗം മൂലം എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവിക്കുന്ന വേദന. ഇത് സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരുടെ അകാല മരണം, അത് നമ്മുടെ മനസ്സിലെ ആ വേർപാട് നമ്മുടെ മനസ്സിനേൽപ്പിക്കുന്ന വേദന എത്രയാണ്? അതുപോലെ പാപം ചെയ്തു, ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആ സമയത്ത് വലിയ ഭാരം, കുറ്റബോധം, ഗിൽറ്റ് ഫീലിംഗ് ആയി നമ്മുടെ മനസ്സിനെയാണ് അത് മതിക്കുന്നത്. കണ്ടോ, മനസ്സിനെയാണ് ആ ദുഃഖഭാരം തളർത്തിക്കളയുന്നത്, ആ കുറ്റബോധം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തികമായി തകർന്നു, കടബാധ്യത പെരുകി. ഈ ഭൗതിക ലോകത്തിൽ ഇനി ആത്മീയമായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദുഃഖമായി. കണ്ടോ, പള്ളിയിൽ പോകാൻ മനസ്സ് വരുന്നില്ല, ദുഃഖമായി. അങ്ങനെ ദുഃഖം, സങ്കടം, വേദന ഇത് നമ്മുടെ മനസ്സിനെ മതിക്കുമ്പോൾ, ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ആ സമയത്ത് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ബോധതലത്തിൽ വരണം. എൻ്റെ കർത്താവ് ഇങ്ങനെ മരണകരമായ അവസ്ഥയിലൂടെ പോയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാമത്തെ വാക്യമാണ്. ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ മനസ്സ് മരണഭയത്തിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. കൊറോണയുമായി ബന്ധപ്പെട്ട് വലിയ ഭയം ആ സഹോദരിയുടെ മനസ്സിനെ മതിച്ചു. വളരെ വിഷമത്തിലായി. നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും മാരകമായിട്ടുള്ള ഒരു വിധത്തിൽ മാനസിക സംഘർഷത്തിൽ ആ സഹോദരി എത്തിപ്പെട്ടു. ഭയം. നോക്കിയ ലൂക്ക 22:44, അവൻ തീവ്ര വേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്തേക്ക് വീണു. അതിന് വലിയ ശാസ്ത്രജ്ഞന്മാരും സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നതെന്നറിയാമോ? ഒരു മനുഷ്യൻ തൻ്റെ മുൻപിൽ അകാല മരണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഭയം, മരണത്തെക്കുറിച്ചോ മറ്റെന്തിനും അമിതമായ ഒരു ടെൻഷൻ വരുമ്പോൾ ശരീരത്തിലെ വിയർപ്പ് രക്തമായി മാറാം. അത്ര കഠിന മാനസിക വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ നിലയാണത്. എന്നതാ സഹോദരങ്ങളെ, യേശുക്രിസ്തു മരണത്തെ മുന്നിൽ കാണുകയാണ്. സ്വന്തം മരണത്തെ. അതെങ്ങനെയാ? വെറുതെ ഒരു മരണമല്ല. ഒരാൾ പെട്ടെന്ന് വന്ന് തോക്കുകൊണ്ട് വെടിവെച്ച് വീഴിക്കുന്ന ഒരു മരണമല്ല. അതോ അപമാനം സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നുള്ള ലേബൽ സ്വീകരിച്ച് ഉണ്ടോ അതിക്രൂരമായ ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നുപോയി മാനസിക വേദനയിലൂടെ കുരിശിൽ കടന്നപ്പോൾ എന്താണ് ആ താഴെ നിന്നവൻ ചോദിച്ചത്? നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക. അപമാനം. മിണ്ടാൻ പറ്റുമോ സഹോദരങ്ങളെ? അങ്ങനത്തെ ശാരീരികവും മാനസികവുമായ വലിയ വേദനകളിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി. തിരിച്ചറിയണം.
അതാണ് ഈ കൊറോണ കാലത്ത് പലർക്കും മരണഭയം. ഇവിടെ തീവ്ര വേദനയാൽ എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു. ഈശോ പറയാണ്, തീവ്ര വേദനയാൽ മരണത്തോളം എത്തിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ അവൻ്റെ രക്തം, അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി താഴേക്ക് വീണു. ശരിക്കും ആ സമയത്ത് ഹൃദയം പൊട്ടി മരിക്കും ചില ആൾക്കാർ കഠിന വേദനയാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഇതുപോലത്തെ വേദനയിലൂടെ, പെട്ടെന്ന് കുടുംബത്തിലുണ്ടായ ചില തകർച്ചകൾ, ജോലി നഷ്ടങ്ങൾ, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ കലങ്ങിയത്. ഒന്നിനും ഉത്സാഹമില്ലാത്തൊരു മനസ്സായി ചിലപ്പോൾ നമ്മുടെ മനസ്സ് മാറിയിട്ടുണ്ടാകാം. പ്രസരിപ്പ് നഷ്ടപ്പെട്ടു, ആ പഴയ ഉന്മേഷം നഷ്ടപ്പെട്ടു. ദേവാലയ കർമ്മങ്ങളിലൊക്കെ എത്ര സന്തോഷത്തോടെ പങ്കെടുത്ത ആൾക്കാരാണ് നമ്മൾ. ഏതാനും നാളുകൾ അതെല്ലാം അടച്ചിട്ടപ്പോൾ അതിനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളെ സഹായിക്കാൻ ഈ ജീവിതയാത്രയിലൂടെയൊക്കെ കടന്നുപോയ നമ്മുടെ കർത്താവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഈ കഷ്ടതയിൽ എങ്ങനെ ഞാൻ പിടിച്ചു നിന്നു? അദൃശ്യനായ ദൈവം തൻ്റെ രക്ഷാകര അനുഭവത്തിൽ നമ്മൾ നിറച്ചതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാതെ അല്ലെങ്കിൽ വലിയ തകർച്ചയിലേക്ക് വീഴാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റിയത്. അത് ദൈവത്തിൻ്റെ കരുതലാണ്. കാരണം അതിനു മുൻപേ ദൈവം നമുക്ക് രക്ഷ നൽകാൻ, സൗഖ്യം, വിടുതൽ തരാൻ ഈ മേഖലയിലൂടെ നമ്മുടെ കർത്താവിന് അയച്ചിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ അത് വലിയ സന്തോഷത്തിൻ്റെ ദിനമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ദുഃഖമല്ല, പ്രത്യാശയാണ് നമ്മളെ നയിക്കേണ്ടത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനം നൽകുന്ന പ്രത്യാശ? എന്താ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ സൗഭാഗ്യങ്ങൾ, രക്ഷയുടെ അനുഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യം, വിശ്വാസം, അനുഭവം, അത് നമ്മളെ മുൻപോട്ട് നയിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ക്രിസ്മസ് കാലം നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചു പോകുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളിൽ തട്ടി നമ്മൾ പെട്ടെന്ന് ഡെസ്പായി പോകരുത്, പെട്ടെന്ന് നിരാശയിലേക്ക് പോകരുത്, മനസ്സ് മുരടിച്ചു പോകരുത്, ആകുലതയിലേക്ക് പോകരുത്. ഇവിടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന പ്രത്യാശയാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ, ഇതിൻ്റെ ഒരുക്ക ദിനങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 11, 28-29 വേർഡ്സ് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. നിങ്ങളൊന്ന് വായിക്കണം. ഈശോ എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഉണ്ടോ? അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ രൂപപ്പെടുത്തിയതും അതിനെ സൃഷ്ടിച്ചതും നമ്മുടെ കർത്താവായതുകൊണ്ട് ആ മനസ്സിന് ശാശ്വതമായ സന്തോഷവും സമാധാനവും തരാൻ പറ്റുന്ന ഏക വ്യക്തി ലോകത്തിൽ യേശുക്രിസ്തു മാത്രമാണ്. അത് ഈ ലോകത്തിലെ ഏത് ജാതികൾക്കാണെങ്കിലും ഇത് സത്യമാണ്. യഥാർത്ഥമായ ആനന്ദം, സമാധാനം, സന്തോഷം മനസ്സിന് നൽകി അതിനെ ഉണർവുള്ളതാക്കി മാറ്റാൻ സാധിക്കുന്ന ലോകത്തിലെ ഏക വ്യക്തി നമ്മുടെ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അസന്നിഗ്ധമായ ഭാഷയിൽ കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം. എവിടെയാ ഭാരം? മനസ്സിൽ. തലയിൽ ഭാരം ഉണ്ടെങ്കിൽ താഴേക്കിടാം, മനസ്സിൻ്റെ ഭാരം എടുത്ത് താഴേക്കിടാൻ പറ്റുമോ? നമ്മൾ പരിശ്രമിച്ചേ പോട്ടെ എന്ന് പറഞ്ഞാൽ പോകൂ. തലയിൽ അമിതമായ ഭാരം വന്നു, കുറച്ച് നേരം മടുത്തു കഴിഞ്ഞാൽ അത് താഴേക്കിട്ടാൽ ഭാരം പോയി. പ്രിയപ്പെട്ട സഹോദരൻ, എന്നാൽ മനസ്സിൻ്റെ ഭാരമോ? ഉറക്കം വരാത്ത രാത്രികൾ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ഉറക്കം വരുന്നില്ല, മനസ്സ് സ്വസ്ഥമല്ല. അപ്പോൾ അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുക്രിസ്തുവിനല്ലാതെ ലോകത്തിൽ ആർക്കും യഥാർത്ഥമായ മാനസികമായ ഒരു സന്തോഷം, സമാധാനം നമുക്ക് തരാൻ പറ്റില്ല. ഒരിക്കലും സാധ്യമല്ല. ലോകവും അതിൻ്റെ മോഹവും കടന്നു പോകും. എന്നാൽ ദൈവം മാത്രം എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നേക്കും നിലനിൽക്കുന്നവന് മാത്രമേ എന്നേക്കും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു സത്യം തിരിച്ചറിയണം. ഞാനൊരിക്കലും ഒരു രോഗിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ സഹോദരങ്ങൾ, വളരെ വേദനയാണ് അദ്ദേഹത്തിന്, കഠിനമായ വേദനയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുകയാണ്. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു പ്രകാശം ഞാൻ കണ്ടു. എന്താ കാരണം എന്നറിയാമോ? ശരീരത്തെ രോഗം കാർന്ന് തിന്നുമ്പോൾ മനസ്സിനെ അത് ബാധിച്ചിട്ടില്ല. കാരണം എന്താ? മനസ്സിൽ എപ്പോഴും പ്രത്യാശയുടെ വചനമുണ്ട്, പ്രത്യാശയുടെ കിരണങ്ങൾ ആ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, സാരമില്ല, എൻ്റെ കർത്താവ് ഇതിനു മുമ്പ് ഇതൊക്കെ സഹിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബോധ്യം, ആ അനുഭവം ഇതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടിട്ട് പറയുന്നത് ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല, ഇനി നന്നാവില്ല. അങ്ങനെ നമ്മുടെ ചിന്തകൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രതിസന്ധികൾ വരും, സ്വാഭാവികമാണ്. പ്രയാസങ്ങൾ വരും, സ്വാഭാവികമാണ്. ആകുലതകൾ വരും, സ്വാഭാവികമാണ്. ഞെരുക്കങ്ങൾ വരും, സ്വാഭാവികമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം. എന്താണെന്നറിയാമോ ഓർക്കേണ്ട കാര്യം? നമുക്ക് മുൻപേ ഈ വേദനയിലൂടെ കടന്നുപോയി, അരിഷ്ടിതാവസ്ഥയിലൂടെ കടന്നുപോയി, ദുഃഖത്തിലൂടെ കടന്നുപോയി, മരണഭയത്താൽ രക്തം വിയർപ്പായി താഴേക്ക് വീഴ്ച ഒരു യേശു ഉള്ളതിനാൽ നമ്മൾ ഓടി അടുക്കേണ്ടത് അവൻ്റെ അരികിലേക്കാണ്. ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോയിട്ട് കാര്യമില്ല, ഒരു മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. നമുക്ക് ആശ്വാസം തരാൻ, യഥാർത്ഥമായ ഒരാനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മളെ നയിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ വചനം എഴുതപ്പെട്ടത്. നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. അതിൻ്റെ അർത്ഥം എന്നാ? വേറെ എവിടേക്കും പോയിട്ട് കാര്യമില്ല നിങ്ങളുടെ ഒരു അർത്ഥം അതിനകത്തുണ്ട്. വേറെ എവിടേക്കും പോയിട്ട് കാര്യമില്ല നിങ്ങളുടെ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പറ്റുമെങ്കിൽ എൻ്റെ അടുത്തേക്കും കൂടെ പോരെ എന്നെഴുതിയാൽ പോരായിരുന്നോ? അങ്ങനെയല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിലേക്ക് വരിക. യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ അതല്ലേ നമ്മളോട് പറയുന്നത്? ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതെന്താ? നമുക്ക് അഭയം പ്രാപിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ ഒരിടമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അഭയം പ്രാപിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ ഒരു സങ്കേതമുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ! ഇത്ര പ്രത്യാശ പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ നിരാശപ്പോയി ഒരു മൂലയ്ക്ക് പോയി മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടവരാണോ? അല്ല. എൻ്റെ കർത്താവ് രീതിയിൽ തന്നെ മോചിപ്പിക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിച്ച് ഓടി അങ്ങോട്ട് ചെല്ലുക, അവിടെ ചെന്ന് പറയുക. ഉണ്ടോ? ഇത് പഴയ നിയമത്തിലാണെങ്കിലും സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്നാന്നറിയാം, ഹന്ന ദേവാലയത്തിലേക്ക് പോയി. അവൾക്കൊരു പ്രശ്നമുണ്ട്. അവൾ വലിയ വേദനയിലാണ്. കാരണം കുഞ്ഞുങ്ങളില്ല. എൽക്കാനയ്ക്ക് മറ്റൊരു ഭാര്യയുണ്ട്, അവൾക്ക് മക്കളുണ്ട്. എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ല. അന്നത്തെ കാലത്ത് അത് ശാപമാണ്. മക്കളില്ലാത്തത് ഒരു ശാപത്തിൻ്റെ അടയാളമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്ത്രീ അവിടെ പോയി ദേവാലയത്തിൽ പോയി ഇങ്ങനെ പുറപ്പെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ വിചാരിച്ചു ഈ സ്ത്രീ ഉന്മത്തയായി. അന്നത്തെ കാലത്ത് സ്ത്രീകൾ മദ്യപിക്കും. അപ്പോൾ ഇവൾ മദ്യപിച്ച് ഉന്മത്തയായിട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പുരോഹിതൻ വിചാരിച്ചത്. ഏലി പുരോഹിതൻ പുരോഹിതൻ പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ ഉന്മത്തത അവസാനിപ്പിക്കുക. നീ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അവൾ വേദനയോടെ പറയാണ്, ഗുരു, അങ്ങനെയല്ല, എന്നെ അധപ്പതിച്ചവളായി, അതാണ് ആ വാക്ക്, എന്നെ അധപ്പതിച്ചവളായി അങ്ങ് കണക്കാക്കരുത്. എൻ്റെ കഠിന വേദന, ഹൃദയ ദുഃഖം, അമിതമായ ദുഃഖം പേറുന്ന വ്യക്തിയാണ് ഞാൻ. അമിതമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ ദൈവത്തോട് ഞാൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ആ പുരോഹിതന് പോലും ഭയങ്കര ലജ്ജ തോന്നിക്കാണും. കാരണം ഈ പാപത്തെ കുറ്റപ്പെടുത്തിയില്ലേ? ദേവാലയത്തിൽ പോയിരുന്നാണ് അവൾ പറയുന്നത്, ദൈവത്തോടെ പറയണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പുരോഹിതൻ പറഞ്ഞു, ദൈവം കനിയട്ടെ, നിൻ്റെ ആഗ്രഹം ദൈവം സഫലമാകട്ടെ. പിന്നീട് ആ സ്ത്രീയുടെ മുഖം മ്ലാനമായിരുന്നില്ല. അങ്ങനെ അവൾക്ക് ജനിച്ച കുഞ്ഞാ സാമുവേൽ പ്രവാചകനായി. നോക്കിയ സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ഭാരം ഏറ്റെടുക്കുന്ന ഒരു ദൈവം, നമ്മുടെ വേദന ഏറ്റെടുക്കുന്ന ദൈവം, അതാണ് പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എവിടേക്കാണ് സൗഖ്യം വേണ്ടത്? അത് ഓരോരുത്തരും തീരുമാനിക്കണം. എനിക്ക് മൈക്കിയോടെ പറഞ്ഞാൽ അത് എല്ലാ കാര്യത്തിലും എത്തണം നിർബന്ധമില്ല. ഏത് മേഖലയിൽ, ശരീരത്തിൻ്റെ മേഖലയിലാണോ, മനസ്സിൻ്റെ മേഖലയിലാണോ, ആത്മാവിൻ്റെ മേഖലയിലാണോ, അവിടേക്ക് നമ്മുടെ കർത്താവിന് സൗഖ്യം വരും. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടിരിക്കാം കേട്ടോ. അല്ലെ, ഒറ്റ ഇരിപ്പിരുന്നാൽ മടുത്തു പോകും. പ്ലീസ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്. മനസ്സിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ സൗഖ്യം നമുക്ക് കർത്താവ് തരും. കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്ക് സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ദൈവമേ, എൻ്റെ വേദനകളിലേക്ക് കടന്നു വരണമേ. ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തലത്തിൽ ആശ്വാസമായി വരണമേ. നിങ്ങളുടെ 2 കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി
ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരും. വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ അടച്ചു പിടിക്കുക. ദൈവമേ, അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. അത്ഭുതമായി എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വരണമേ. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ തലത്തിൽ, എൻ്റെ ആത്മാവിൻ്റെ തലത്തിൽ, എൻ്റെ ശരീരത്തിൻ്റെ തലത്തിൽ സൗഖ്യം നൽകണമേ. മർക്കോസ് 1:40-41 വാക്യങ്ങൾ. വളരെ തളർന്നൊരു വ്യക്തിയാണ്, കുഷ്ഠരോഗി. അദ്ദേഹം വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ പറ്റും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. അവൻ്റെ മേൽ തൊട്ടുകൊണ്ടാണത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതേ വാക്ക് ദൈവം നമ്മുടെ മുമ്പിൽ ആവർത്തിക്കുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചിട്ട് നമുക്ക് 2 മിനിറ്റോടെ ഇരിക്കാം. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസ് 1:40-41 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ പറ്റും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവർ, അത്ഭുതകരമായി ആ വ്യക്തി സൗഖ്യം പ്രാപിക്കുകയാണ്. ഞാൻ ഓർക്കുന്നൊരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. ഇതുപോലെ മാനസികമായി തകർന്ന ഒരു വ്യക്തി, ഒരു പയ്യനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ചെവിക്ക് കേൾവിശക്തിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഇയർഫോൺ പോലത്തെ സാധനം വെച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവനിങ്ങനെ ഒരു വൺ ഡേ ധ്യാനമാണ്, അതിന് പങ്കെടുക്കുകയാണ്. ആ സമയത്ത് ഈ കുട്ടി കണ്ണുനീരോടെ കർത്താവിനോട് പറയുകയാണ്. സങ്കീർത്തനം 34:18-19 നമ്മൾ വായിക്കുന്നില്ല, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഉണ്ടോ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. മനം ഉരുകിയത് ആരാണോ അവരെ രക്ഷിക്കാൻ കർത്താവ് സമീപസ്ഥനാണ്. ഈ കുട്ടി ഇങ്ങനെ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ സമയത്ത് അവൻ പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ കാതുകൾക്ക് കേൾവിശക്തിയില്ല. ഞാൻ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കൂട്ടുകാരെല്ലാം കേ എന്ന് വിളിച്ചവനെ കളിയാക്കും. അത് അവൻ്റെ മനസ്സിന് വലിയ ഭാരമാണ്, വലിയ വേദനയാണ്. അവൻ കൊച്ചുകുട്ടി, അവൻ്റെ നിഷ്കളങ്കതയിൽ അവൻ പറഞ്ഞു, ഈശോയെ, അങ്ങ് ചെകിടിന് കേൾവിശക്തി കൊടുത്ത ദൈവമാണ്. അങ്ങ് എൻ്റെ വേദനകൾ ഏറ്റെടുത്ത ദൈവമാണ്. എൻ്റെ ശരീരത്തിൽ സൗഖ്യം തരാൻ കഴിവുള്ള ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിഷ്കളങ്ക മനസ്സിൻ്റെ പ്രാർത്ഥന എന്ത് സംഭവിച്ചെന്നറിയാമോ? അവനിങ്ങനെ കൈ ചെവിയിലേക്ക് വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി കർത്താവ് അവൻ്റെ കാതുകളെ അങ്ങ് തുറന്നു. ആ ക്ലാസ് കഴിഞ്ഞ്, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പാഞ്ഞു എന്ന് പറയാം, ചേട്ടാ, എനിക്കിപ്പോൾ എല്ലാം കേൾക്കാം, ശരിക്കും കേൾക്കാം. അപ്പോൾ നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ പറച്ചിൽ കേട്ടാൽ നമുക്കറിയാം, എനിക്കെല്ലാം കേൾക്കാം, വ്യക്തമായിട്ട് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുമാത്രം അത്ഭുതങ്ങളാണ് ഇതുപോലെ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ. ലൂക്ക 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. അത് ശരീരത്തിലേക്കാണെങ്കിലും മനസ്സിലേക്കാണെങ്കിലും അതിശക്തമായ ദൈവിക ശക്തി കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യത്തിൻ്റെ വിടുതലായി മാറുകയാണ്. ജെറമ്യ 30:17, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 30-17 വാക്യം. അതിങ്ങനെയാണ്, ഞാൻ നിൻ്റെ മുറിവുകൾ വച്ചു കെട്ടും, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. മനസ്സ് തകർന്നതാണെങ്കിൽ നിന്റെ മനസ്സിനെ വീണ്ടും പണിയും കർത്താവ്. അത് ബലമുള്ള മനസ്സായി, വിശ്വാസവും ചൈതന്യവും ഉറപ്പുള്ള മനസ്സാക്കി മാറ്റും കർത്താവ്. പാറപ്പുറത്ത് ഭവനം പണിത ഒരു ആ വിവേകിയെ പോലെ നമ്മുടെ മനസ്സ് ഉറപ്പുള്ളതാവും. പ്രിയപ്പെട്ടവരെ, വചനത്തിലും ദൈവീക കാര്യങ്ങളിലും ഉറപ്പുള്ള മനസ്സായി രൂപാന്തരപ്പെടുത്താൻ, ശരീരത്തിൻ്റെ സൗഖ്യമാണെങ്കിൽ ആ മുറിവുണക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. നിങ്ങൾ സംശയിക്കാതിരുന്നാൽ മതി. മത്തായിയുടെ സുവിശേഷം 8-16-16-17 വാക്യങ്ങളിൽ എന്താ കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ? സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെയും രോഗികളെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചുക്കളെ വചനമയച്ച് പുറത്താക്കി, വചനം പറഞ്ഞ് പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി. അടുത്തത്, അവൻ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, ഭാരങ്ങൾ ചുമന്നു എന്നുള്ളത് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ പൂർത്തിയായി. അവൻ നമ്മുടെ വേദനകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ വഹിച്ചു, കണ്ടോ, ചുമന്നു. ഇതെല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്തു.
അതിനാൽ ഇന്ന് നമുക്ക് ആശ്വാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേട്ട വചനമെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ തുടർന്ന് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ എന്തുമാത്രം പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചിന്തിക്കരുത്. നിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അളവ് നീ നോക്കരുത്, അതെത്ര മാരകമാണെന്ന് നോക്കരുത്. കർത്താവിൻ്റെ ജനന തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം എത്രമാത്രം പ്രയാസമാണെങ്കിലും, എത്ര വലിയ ഭാരമാണെങ്കിലും, എത്രമാത്രം ദുഃഖമാണെങ്കിലും, ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അത് നിസ്സാരമാണ്. അവിടത്തേക്ക് ഒറ്റ നോട്ടത്തിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ സെക്കൻഡിൽ ആ കുഷ്ഠം അങ്ങോട്ട് മാറി. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ ആ മരിച്ചവർ എഴുന്നേറ്റ് വന്നു. അതാണ് ദൈവശക്തി. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിസ്സാരമായിട്ട് കണക്കാക്കി നമ്മുടെ പ്രശ്നം വലുതായിട്ട് കാണരുത്. ദൈവത്തിൻ്റെ ശക്തി നിസ്സാരം, നമ്മുടെ പ്രശ്നം വലുത്, അത് ദൈവത്തിന് അസാധ്യമാണെന്ന് ചിന്തിക്കരുത്. ആ പ്രശ്നത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്, യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നു നമ്മൾ സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ഏതാനും സമയങ്ങൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുക, മനസ്സിനെ സമർപ്പിക്കുക, ആത്മാവിനെ സമർപ്പിക്കുക, കുടുംബത്തിലെ ഭൗതികവും ആത്മീയവുമായ തകർച്ചകളെ സമർപ്പിക്കുക. അതിൽ നിന്നെല്ലാം ഒരു പരിപൂർണ വിടുതൽ യേശുക്രിസ്തുവിലൂടെ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ലൂക്ക 7:13 എന്നാണെന്നറിയാമോ? ഒരു വിധവ തൻ്റെ ഏക മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. ഞാനത് വായിച്ച് ഒരുപാട് സങ്കടപ്പെട്ടൊരു കാര്യമാണ്. നോക്കി, നമ്മുടെ കർത്താവിൻ്റെ ആ നല്ല മനസ്സ്. ആ സ്ത്രീ അടുത്തേക്ക് എന്നിട്ട് ഈശോ പറഞ്ഞ സാരമില്ല, എന്നിട്ട് മുൻപോട്ട് പോയി ആ ശവമഞ്ചത്തെ തൊട്ടു. ആ യുവാവ് എഴുന്നേറ്റിരുന്നു. യുവാവെ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക്. ഒറ്റ വാക്ക്. അവരെഴുന്നേറ്റു. അമ്മയുടെ കണ്ണീര് നിലച്ചു. അമ്മയുടെ കണ്ണീര്, ദുഃഖത്തിൻ്റെ കണ്ണീര് നിലച്ചു. അവളുടെ മനസ്സിന് കിട്ടിയ ആശ്വാസം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. വിധവ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ട്, അത്രമാത്രം നമ്മളെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, അത്രമാത്രം നമ്മുടെ വേദനകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് കർത്താവിൻ്റെ ആ മുറിവേറ്റ ഹൃദയത്തിലേക്ക് നമ്മുടെ വേദനകളെ സമർപ്പിക്കാം. എല്ലാവരും കണ്ണുകളടക്കുക, ദയവായിട്ട് കണ്ണുകളടക്കുക. നിസ്സാരമായിട്ടൊന്നിനെ കണക്കാക്കാതിരിക്കുക. എൻ്റെ കർത്താവ് വലിയവനാണെന്ന് ഓർക്കുക, എൻ്റെ ദൈവം സർവശക്തനാണെന്ന് ഓർക്കുക. അതുമാത്രം മതി. അത് ഹൃദയത്തിൽ ഏറ്റു പറയുക. ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. കണ്ണുകളടച്ച്, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മളെ വേട്ടയാടുന്നതൊക്കെ മാറണം. അത് മാറി സ്വാതന്ത്ര്യമുള്ള ഒരു മനസ്സോടെ, ഫ്രീ ആയ ഒരു മനസ്സോടെ, ഒത്തിരി സന്തോഷമുള്ള മനസ്സോടെ കർത്താവിൻ്റെ ജന്മത്തിരുന്നാൾ നമുക്ക് ആഘോഷിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം കണ്ണുനീരോടെ. രക്ഷകനേശുവേ, കർത്താവേ, എന്നിൽ വന്നിടണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എല്ലാവരും. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. നന്നായിട്ടൊന്ന് കേട്ട എല്ലാവരും. രക്ഷകനേശുവേ, യേശു നമ്മുടെ രക്ഷകനാണ്. എന്നിലേക്ക് അങ്ങ് വരണം കർത്താവേ. ഇതാ വാതിൽ തുറക്കുന്നു. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. ഇനി ഒന്ന് ചേർന്ന് പാടിക്കേ. സെയിം വരികൾ ഒന്ന് ചേർന്ന് പാടിക്കേ. രക്ഷകനേശുവേ, ചെറിയവരും വലിയവരും പാടുക. എന്നിൽ വന്നിടണേ. വരണമേ കർത്താവേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. ഒരിക്കൽ കൂടെ ആവർത്തിച്ച് എല്ലാവരും ചേർന്ന്. രക്ഷകനേശുവേ, കർത്താവേ, രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. എന്നിൽ നീ വരാതെ ഞങ്ങൾക്ക് രക്ഷിക്കൊരു മാർഗമില്ല കർത്താവേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. കർത്താവേ, ഒരു തകർന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് നിരാശ എൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് കുറ്റബോധം എൻ്റെ മനസ്സിനെ മതിക്കുകയാണ്. ഭാരപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ. എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ജീവിതത്തെ നേരിടും? കർത്താവെ, ഒരുപാട് ആകുലതകൾ, ഒരുപാട് ടെൻഷൻ, ഒരുപാട് സംശയങ്ങൾ, നിരാശകൾ
ഒക്കെയും ഞങ്ങളുടെ മനസ്സിനെ മതിക്കുകയാണ്. ഇവിടെ ആശ്വാസം തരാൻ ആർക്കും പറ്റുന്നില്ല. ഞങ്ങൾ പരസ്പരം മുഖം നോക്കിയിരിക്കുകയാണ്. എങ്ങനെ ജീവിതം പോകും? ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ പോലും അസ്തമിച്ചു പോകുന്ന പോലെ തോന്നുകയാണ്. വചനം അറിയാം, പ്രാർത്ഥന അറിയാം, പക്ഷെ അതൊന്നും ഓർക്കാനോ ചൊല്ലാനോ പറ്റുന്നില്ല കർത്താവേ. അത്രമാത്രം ഒരു നിസ്സംഗതയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങയുടെ ജനനത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം സന്തോഷിക്കണം, ഞങ്ങൾക്കറിയാം പ്രാർത്ഥിക്കണം, പക്ഷെ പറ്റുന്നില്ല കർത്താവേ. ഞങ്ങളെ കൂടുതൽ അങ്ങിലേക്ക് അടുപ്പിക്കാൻ, അവിടുന്ന് ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ, മുറിവേറ്റങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വരണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാലങ്ങളായി ഊരി നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതം. കർത്താവേ, ഭയം, ഉത്കണ്ഠ, തിന്മ, നിരാശകൾ ആശയാക്കിയിടണേ. ചേർന്ന് പാടിക്കുക. ആ ദുഃഖങ്ങളിലേക്ക്, നിരാശയിലേക്ക് യേശു വരട്ടെ. ആദികാലം മുതൽ ഓ കർത്താവേ വരണമേ. വലിയ വിടുതൽ പ്രാപിക്കട്ടെ. ഭീതി, ഉത്കണ്ഠ, തിന്മ, നിരാശകൾ ആശയാക്കിയിടണേ. കരങ്ങൾ ഉയർത്തി രക്ഷകനേശുവേ, രക്ഷകനേശുവേ പാടിക്കേ സഹോദരങ്ങളെ. വന്നിടണേ, കുടുംബത്തിലേക്ക് വരണമേ കർത്താവേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. കരങ്ങൾ കൂപ്പി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, കഷ്ടതകളും ഞെരുക്കങ്ങളുണ്ട്, സാമ്പത്തിക ബാധ്യതകളുണ്ട്. ദൈവമേ, ആത്മീയമായി ഞങ്ങൾ വലിയ പാപ്പരത്വം അനുഭവിക്കുകയാണ്. പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ തീഷ്ണതയില്ല, ഉത്സാഹമില്ല. ഒരു കടമ നിറവേറ്റുന്നത് പോലെ എല്ലാം ചെയ്ത് പോവുകയാണ്. ആത്മീയമായിട്ടും ഞങ്ങൾ വലിയ വേദനയിലാണ് കർത്താവേ. ഭൗതികമായിട്ടും ഞങ്ങൾ വലിയ വേദനയിലാണ് കർത്താവേ. രോഗം, തകർച്ച എല്ലാം ഞങ്ങളിലുണ്ട്. കടബാധ്യതകൾ, പരാജയങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, എല്ലാ മേഖലയിലേക്ക് നീ വരണമേ. പാടി പ്രാർത്ഥിക്കുന്നു. കോപവും നീരസവും നിരാശയും വേദനയും, ദ്വേഷ്യവൈരാഗ്യങ്ങൾ കർത്താവേ നീ കടന്നു വരണമേ കർത്താവേ. സർവവും എൻ്റെ ഹൃത്തിൽ നിന്നൂറ്റി നീ സ്നേഹം നിറയ്ക്കണേ. പാടിക്കേ. കോപ, നിരാശ, നീരസങ്ങൾ, പക, വെറുപ്പ് എല്ലാ മേഖലയിലേക്കും, നീരസങ്ങൾ എല്ലാ മനസ്സിന്റെ ഓരോ ബന്ധനങ്ങളിലേക്ക്, ഓരോ പ്രയാസങ്ങളിലേക്ക് സർവ്വമെന്റെ ഹൃത്തിൽ നിന്നൂറ്റി നീ സ്നേഹം നിറയ്ക്കണേ. ചേർന്ന് പാടിക്കേ. രക്ഷകനേശുവേ, രക്ഷകനേശുവേ, ഓ വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. എന്നിൽ വന്നിടണേ, ഓരോരുത്തരെ സ്പർശിക്കണമേ കർത്താവേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉച്ചത്തിൽ പാടിക്കേ. രക്ഷകനേശുവേ, രക്ഷകനേശുവേ, വാ തുറന്നു പാടും പ്രിയപ്പെട്ടവരെ. ഓരോ കുടുംബങ്ങളിലേക്ക് വരട്ടെ, ജീവിതങ്ങളിലേക്ക് വരട്ടെ. മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? സാധിക്കുന്നവരെല്ലാം ഒത്തിരി സ്നേഹത്തോടെ രണ്ട് കരങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, നമുക്ക് വിഷമമുണ്ട് പ്രിയപ്പെട്ടവരെ, സാരമില്ല. കർത്താവ് നമ്മുടെ വേദന ഏറ്റെടുക്കുന്ന സമയമല്ലേ, പ്രത്യാശയുടെ നിമിഷമല്ലേ ഇത്, സൗഖ്യത്തിൻ്റെ നിമിഷമല്ലേ. ജെറമ്യ 30:17 പറഞ്ഞില്ലേ, ഞാൻ നിന്റെ മുറിവുകൾ, മനസ്സിൻ്റെ വേദനകളും മുറിവുകളും സുഖപ്പെടുത്തും, വെച്ചുകെട്ടും. നിനക്ക് ആരോഗ്യം നൽകുന്ന സമയമാണ്. കരങ്ങളെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, എന്ത് കാരണം കൊണ്ടാണോ നീ വിഷമിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നത്, അവിടേക്ക് നമ്മുടെ ഈശോ വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ നന്നായിട്ട് ഉയർത്തി എല്ലാവരും സ്തുതിക്കണം. കാഴ്ചക്കാരായിട്ട് ആരും നിൽക്കരുത്. ദൈവത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി
അടുത്ത് നിൽക്കുന്ന ഒരു കുറച്ച് പേർക്ക് കേൾക്കാവുന്ന അത്രയും സ്വരത്തിൽ മനസ്സ് തുറന്ന് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നിർത്താതെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, ഞങ്ങൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ പങ്കെടുക്കുന്ന ഈ സമയത്ത് എൻ്റെ കർത്താവേ, ഞങ്ങളുടെ അടഞ്ഞ മനസ്സിനെ തുറക്കണമേ, തകർന്ന മനസ്സിനെ പുതുക്കി പണിയണമേ, തകർന്ന ജീവിതങ്ങളെ പുതുക്കി പണിയണമേ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ. അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകൻ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ സൗഖ്യദാതാവ്, അവിടുന്നാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. അങ്ങനെ മുറിവിലാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ കർത്താവേ. ഇപ്പോൾ അത്ഭുതകരമായൊരു സൗഖ്യം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണിപ്പഴുതുള്ള കരം ഇവരുടെ ഓരോരുത്തരെയും ശിരസിൽ വെക്കുക കർത്താവേ. ആണിപ്പഴുതുള്ള കരം ഇവരുടെ ഓരോരുത്തരെയും ശിരസിൽ വെക്കുക കർത്താവേ. ഇവരുടെ ശരീരം സൗഖ്യം പ്രാപിക്കട്ടെ. ഓ, മനസ്സ് വേദനിച്ചിരിക്കുന്ന ഇവർക്ക് സൗഖ്യം ലഭിക്കട്ടെ. ഹല 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 ഹല. കർത്താവേ, ഈ കാലഘട്ടത്തിൽ അനേകരെ സുഖപ്പെടുത്തിയ അങ്ങ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിന്റെ മക്കളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. പ്രാർത്ഥിക്കുക, ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളുടെ അരിയിലേക്ക് വരുന്ന സമയമാണ്. ഈശോ സൗഖ്യം തരുന്ന സമയമാണ്. ഈ സമയത്ത് വെറും കൈയോടെ നിൽക്കരുത്. ഹൃദയം തുറക്കുക, അതരം തുറക്കുക, ശബ്ദം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങ് മാത്രം ഞങ്ങളുടെ ആശ്രയം, അങ്ങ് മാത്രം ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നവൻ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആശ്വാസം ഇപ്പം നൽകുക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം സമർപ്പിക്കുക, ശരീരത്തിൻ്റെ രോഗം സമർപ്പിക്കുക. സുഖമാക്കണമേ എന്ന് ഈരടി പാടുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുഷ്ഠരോഗിയെ തൊട്ട കർത്താവിൻ്റെ ചിത്രം മനസ്സിൽ കാണുക, ആ മുഖം മനസ്സിൽ ഓർക്കുക. കുഷ്ഠരോഗിയെ തൊട്ട കർത്താവ്, അന്ധനെ തൊട്ട കർത്താവ്, ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിന്ന കർത്താവ്, പത്രോസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ അമ്മായിമ്മയുടെ, പത്രോസിൻ്റെ അമ്മായിമ്മയുടെ കരങ്ങളിൽ പിടിച്ച കർത്താവ് മനസ്സിൽ ഓർക്കുക. ആ തളർന്നു കിടന്ന ആ മനുഷ്യനെ നിന്റെ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ചു വിട്ട ആ കർത്താവിനെ മനസ്സിൽ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ കർത്താവിൻ്റെ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ച് സുഖമാക്കണമേ, എന്നെ സുഖമാക്കണമേ എന്ന് പാടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലും പരിപൂർണമായൊരു സൗഖ്യം നമ്മുടെ ദൈവം ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തരികയാണ്. പാടി പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ പരിശുദ്ധാത്മാവേ, സുഖമാക്കണേ ഈശോയെ, സുഖമാക്കണേ. കണ്ണീരോടെ പാടിക്കേ പ്രിയപ്പെട്ടവരെ, സുഖമാക്കണേ, സുഖമാക്കണേ കർത്താവേ, സുഖമാക്കണേ ഈശോയെ, സുഖമാക്കണേ. കരങ്ങൾ ഉയർത്തി ചങ്കുവട്ടി പാടി പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, കരങ്ങൾ ഉയർത്തി സുഖമാക്കണേ ഈശോയെ, സുഖമാക്കണേ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായി വലിയ ഭാരത്തിൽ കിടപ്പുണ്ടെങ്കിൽ, ഏതു വിധത്തിലെ രോഗമാണെങ്കിലും അവരെ കർത്താവിലേക്ക് ഉയർത്തി കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിക്കുക. സുഖമാക്കണമേ, സുഖമാക്കണേ, മാത്രമാണ് സൗഖ്യദാതാവ്. ഈശോയെ, സുഖമാക്കണേ. എല്ലാവിധ രോഗങ്ങളിലേക്ക് യേശുവിനെ വിളിച്ച് പാടുക. സുഖമാക്കണേ, മനസ്സിന്റെ വേദനകളിലേക്ക്, ശരീരത്തിന്റെ രോഗങ്ങളിലേക്ക് ഈശോയെ, സുഖമാക്കണേ. നമ്മുടെ രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചങ്കുപൊട്ടുന്ന വേദനയാണ് കർത്താവേ, ചങ്കുപൊട്ടുന്ന നൊമ്പരമാണ് എനിക്കുള്ളത്. എൻ്റെ കർത്താവ് വചനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെയാണ്. ആ കരങ്ങളെ നെഞ്ചോട് തേർച്ചു വെച്ച് മനസ്സിൻ്റെ ഭാരങ്ങൾ, കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട് എല്ലാം അർപ്പിച്ച് ദൈവമേ അങ്ങ് മാത്രം ആശ്രയം, അങ്ങ് മാത്രം ഞങ്ങൾക്ക് സഹായം പാടി പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണമേ, സുഖമാക്കണേ, സുഖമാക്കണേ, സൗഖ്യം നൽകണമേ അപ്പാ. ഈശോയെ, സുഖമാക്കണേ, മുറിവിനാൽ സൗഖ്യമുണ്ടാകട്ടെ. സുഖമാക്കണേ കർത്താവേ, സുഖമാക്കണേ, ഈശോയെ, സുഖമാക്കണേ.
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മനസ്സൊരുകി ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ യേശു നിന്റെ അരികിലുണ്ട്. അവിടുന്ന് നിന്നെ എന്തുമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആദ്യത്തെ വെളിപാടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ആ സ്നേഹത്തിൻ്റെ ആദ്യത്തെ വെളിപാടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടുന്ന് വന്നത് വെറുതെ ഒരു രാജാവായിരിക്കാനല്ല, മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും അവൻ ആശ്വാസവും വിടുതലും സൗഖ്യവും രക്ഷയും നൽകാനത്രേ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവൻ, എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവേ, ഇതുപോലെ എനിക്ക് സൗഖ്യം തരാൻ, രക്ഷ തരാൻ അങ്ങീ ഭൂമിയിൽ ജാതനായല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഓരോരുത്തരുള്ളിൽ പ്രാർത്ഥിക്കുക. വലിയ ദൈവാനുഭവം പലർക്കും ലഭിക്കുകയാണ്. വലിയ കൃപയിലേക്ക് പലരെയും കർത്താവ് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഇതുപോലെ ഞങ്ങൾക്ക് രക്ഷ നൽകി. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ ആവർത്തിച്ച് പാടുക. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, കണ്ണുനീര് തുടയ്ക്കണമേ. ഞങ്ങളങ്ങേ വലിയ സൗഖ്യം നൽകണമേ. സ്നേഹിക്കുന്നു. ഈ സമയത്തിന് അനേക അത്ഭുത സൗഖ്യം ഞങ്ങളങ്ങേ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. നിശബ്ദതയിൽ ഏതാനും സെക്കൻഡുകൾ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.